നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ചെറിയ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണ്. അത് വരുന്നത് ഏഴരക്കുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെമ്പേരി കുടിയാമല റൂട്ടിലാണ്. ഈ വെള്ളച്ചാട്ടം ഉള്ളത് പൈതൽ മലയിലേക്ക് പോകുന്ന വഴിക്ക് പൈതൽ മലയുടെ താഴ്വശത്തായിട്ടാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത്. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ കാണുന്നതാണ് ചെമ്പേരി പാലം. ഇത് വലത്തോട്ട് പോയാൽ ഇരിട്ടിക്കും ഇടത്തോട്ട് പോയാൽ കുടിയാമലയ്ക്കുമാണ്. നമുക്ക് ഈ ഇടത്തോട്ടുള്ള റോഡാണ് പോകേണ്ടത്. ഈ കാണുന്ന ഇവിടുത്തെ ചെറിയൊരു ജംഗ്ഷനാണ്. ഇത് മണ്ണംകുണ്ടെന്ന് പറയും. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കൊക്കമുള്ള്. ഇവിടെ നിന്നാണ് കുടിയാമല തളിപ്പറമ്പ് മലയോര ഹൈവേയിലേക്ക് ഈ റോഡ് വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ കുടിയാമലയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ കുടിയാമല ടൗണിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് വലത്തോട്ടുള്ള വഴിയെ പോകണം. ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്കും അതുപോലെ തന്നെ പൈതൽ മലയ്ക്കും പോകുന്ന വഴി. ഈ കയറ്റം കയറി ചെല്ലുമ്പോൾ നേരെ വലത്തോട്ട് ഉള്ള വഴി നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്കും നേരെ പോകുന്നത് പൈതൽ മലയിലേക്കുമാണ്. അങ്ങനെ നമ്മൾ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെവശത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ താഴത്തെ എൻട്രൻസ്. ഇതുകൂടാതെ ഇതിലെ മുകളിലേക്ക് പോയാൽ വേറൊരു എൻട്രൻസ് കൂടെ ഉണ്ട്, മുകളിൽ കൂടെ ഇറങ്ങി വരാൻ പറ്റുന്നത്. നമ്മൾ തൽക്കാലം താഴെ കൂടെ കയറി പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് വരുന്നത് 100 രൂപയാണ് ഒരാൾക്ക്, പിന്നെ ഒരു 20 രൂപ പാർക്കിംഗ് ഫീസും. അപ്പോൾ നമ്മളിനി മുകളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ വന്ന് വിശ്രമിക്കാനുള്ള സ്ഥലമെല്ലാം ഉണ്ട്. വന്ന് ക്ഷീണിച്ചാൽ വരുന്നെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് സമയം വിശ്രമിച്ചിട്ട് പയ്യെ താഴേക്ക് ഇറങ്ങി ഇതിലെ മുകളിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ കാണാൻ നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്ന് നടന്ന് കയറുമ്പോൾ ഏകദേശം ഒരു 1200 മീറ്റർ, അതായത് ഒരു 1.25 കിലോമീറ്റർ നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് മുകളിൽ കയറി ചെല്ലുമ്പോഴാണ് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പിലെത്തുന്നത്. അതിനിടയ്ക്ക് മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് കയറിപ്പോവാം.
ഇവിടെ കണ്ട 2 കുഴികൾ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അങ്ങോട്ട് അടുത്തേക്ക് ഇറങ്ങി പോകാനൊന്നും പറ്റത്തില്ല, ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടേക്കുവാണ്. ചെല്ലുവാണെങ്കിൽ നല്ല രസമായിരുന്നു. പിന്നെ മഴക്കാലത്ത് നല്ല മഴയുള്ള സമയത്ത് മൊത്തം കവിഞ്ഞൊഴുകുന്നത് പോകുന്നത് കാണാൻ നല്ല രസമാണ്. ഇപ്പോഴാണ് ഈ കുഴികളൊക്കെ നേരിട്ട് കാണാൻ പറ്റത്തുള്ളൂ. മഴയായി കഴിഞ്ഞാൽ ഒന്നും കാണുന്ന കിടക്കേട്ടാ. നമ്മളൊരു മുളങ്കാടിന് ഉള്ളിലേക്കാണ് കയറി പോകുന്നത്. ഇവിടെ നല്ല തണുപ്പൊക്കെയാണ്, നല്ല രസമാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകാൻ. ഞാൻ നടന്ന് കയറി ചെല്ലുമ്പോൾ ഇവിടെ ഇരിപ്പിടമൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് സമയം ഇരുന്നൊക്കെ ഇട്ടൊക്കെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മുകളിലേക്ക് കയറി പോവാം. വീണ്ടും നല്ലൊരു കയറ്റം കിട്ടിയിട്ടുണ്ട്. മൊത്തം കല്ല് പതിപ്പിച്ച് കയറിപ്പോകാനുള്ള വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വഴി നടന്ന് കയറി ചെല്ലുക. മുകളിൽ ചെല്ലും കുറച്ച് കഥയ്ക്ക് എങ്കിലും കുഴപ്പമില്ല. അത് കയറി വന്നു കഴിയുമ്പോൾ ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് കഴിയുമ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം. ഇവിടെയൊക്കെ നല്ല വേലികൾ കെട്ടി നല്ല ഉറപ്പാക്കിയിട്ടുണ്ട്, ആരും അങ്ങോട്ട് പോകാതിരിക്കാനൊക്കെയാണ്. ചില ഭാഗങ്ങൾ മാത്രമേ തുറന്നു ഇട്ടിട്ടുള്ളൂ, അവിടെ മാത്രമേ നമുക്ക് പുറത്തേക്ക് പോകാനുള്ള സ്ഥലങ്ങളുള്ളൂ. ഇവിടെ വേലിയില്ല, അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് കയറാനുള്ള വഴിയുണ്ട്. ഇത് വേനൽക്കാലത്ത് മാത്രമേ ഞാൻ തുറന്നിട്ടുണ്ടാവുള്ളൂ, മഴക്കാലം ആകുമ്പോഴത്തേക്ക് അടയ്ക്കും കേട്ടോ. വേനൽക്കാലങ്ങളിൽ വരുമ്പോൾ മാത്രമേ ഇവിടെ വരാനോ ഇവിടെ കാണാൻ ഇങ്ങോട്ട് ഇറങ്ങാനൊക്കെ പറ്റത്തുള്ളൂ. ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനോ ഇവിടെ വന്നിരിക്കാനോ ഒക്കെ പറ്റും. ഇപ്പോഴാണെങ്കിൽ മഴയാകുമ്പോൾ ഇതെല്ലാം അടച്ച് ക്ലോസ് ചെയ്യും. ഇങ്ങനെ മുകളിലേക്ക് കയറി പോവാം. വേനലായതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, വേനലായതുകൊണ്ടാണ് ഇതിലേക്ക് കയറി പോകാനൊക്കെ പറ്റുന്നത്. മഴയാകുന്നതൊക്കെ അടുത്ത് ക്ലോസ് ചെയ്യും, ഇവിടെ മൊത്തം വെള്ളമായിരിക്കും. ഇവിടെ നോക്കിയാൽ നമുക്ക് രസമില്ലേ, കാണുന്ന കാടാണ് കേട്ടോ. അപ്പം അവിടെ നിന്ന് ഇവിടെ നോക്കാൻ രസമാണ്, ഇവിടുന്ന് കാണാനുള്ള കാഴ്ചകളൊക്കെയാണ് ഇതൊക്കെ. ഇവിടെ നിന്നിങ്ങനെ കാണാം. പിന്നെ മഴക്കാലം ഇവിടെയൊക്കെ നല്ല തിരക്കാണ്, നല്ല ആൾക്കാർ, നല്ല തിരക്കും ബഹളമൊക്കെ ആയിരിക്കും. ഈ പാറകളുടെ മുകളിൽ കൂടെയൊക്കെ ശരിക്കും മഴയാവട്ടെ നന്നായി നിറഞ്ഞ് വെള്ളം വരുന്നതാണ്, നല്ല രസമാണ് കാണാൻ. ഈ പാറ കാണാൻ നല്ല രസമുണ്ട്. ഇതൊക്കെ നിറഞ്ഞ് വെള്ളമാകും, പിന്നെ അവിടെ നിന്നൊക്കെ വെള്ളം ചാടുന്ന കാണാൻ രസവും ഒക്കെയാണ്. ഇവിടെ ഒരു തൂക്കുപാലമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിൽ കൂടെ കയറി നടക്കുന്ന രസമുണ്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മുകളിൽ കയറുന്ന വഴിയാണ്, ഇനി വേഗം പോവാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് എൻഡിലെത്തി. ഇതാണ് ഇതിൻ്റെ എൻഡ് പോയിൻ്റ്.
കുറച്ച് ചേട്ടന്മാരൊക്കെ കുളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വെള്ളത്തിൽ ചാടി കളിക്കുന്നൊക്കെ ഉണ്ട്. നമുക്കിനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഈ കാണുന്നതൊക്കെ സേഫ് ജാക്കറ്റാണ്. ഇതൊക്കെ ഇട്ടിട്ട് ഈ വെള്ളത്തിൽ ഇറങ്ങാനൊരു സമ്മതിക്കുള്ളൂ. പിന്നെ അവർ പറയുന്ന ഉദ്ദേശം അതുപോലെ അനുസരിച്ചൊക്കെ ചെയ്യുക. അല്ലാതെ പല അപകടങ്ങളും നടന്നിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കുക. ഇവിടേക്ക് കയറി ഇരിക്കാനും ഇവിടെ കയറി നിൽക്കാനും ഇരിക്കാനും ഒക്കെയുള്ള ഓരോ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടേക്ക് കയറി കുറച്ച് സമയം ഇരുന്ന് ദൂരമുള്ള കാഴ്ചകളൊക്കെ കണ്ട് അപകടങ്ങളൊക്കെ പതിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അനുസരിച്ച് തന്നെ വേണം ഇങ്ങോട്ട് വരാൻ. ഇവിടുത്തെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ രാവിലെ 8 മണി തൊട്ട് 5 മണി വരെയാണ്. 6 മണിയാകത്തേനും നമുക്കിതിൽ നിന്ന് ഫുള്ളായിട്ട് ഇറങ്ങിപ്പോകണം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പം എല്ലാവരും വന്ന് കാണുക. നല്ല രസമുള്ള സ്ഥലമൊക്കെയാണ്. അപ്പം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.